ഏവർക്കും CSE റാങ്ക് ഹോൾഡറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. KS കാർഡ് അസിസ്റ്റന്റ്, അപ്പെക്സ് സൊസൈറ്റീസ് എന്നീ പരീക്ഷകൾ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുകയാണ്. എല്ലാവരും അതിന്റെ പഠനത്തിലാണ്. അതിന്റെ ഭാഗമായി കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് ഞങ്ങൾ കുറച്ചധികം ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 2020 വന്ന ചോദ്യപേപ്പറിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2015 കുറച്ച് ചോദ്യങ്ങളാണ്. എങ്കിൽ ഒട്ടും സമയം കളയാനില്ല, നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം: The minimum number of members required for registration of a cooperative society are option A 2, option B 7, option C 10, option D 25. ആൻസർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓപ്ഷൻ ഡി 25 ആണ്. The minimum number of members required for registration of a cooperative society are ആൻസർ ഓപ്ഷൻ ഡി 25 ആണ്. അടുത്ത ചോദ്യം: ഡാഷ് is the supreme authority of a cooperative society? ഓപ്ഷൻ എ ഗവൺമെന്റ്, ഓപ്ഷൻ ബി ദി ജനറൽ ബോഡി, ഓപ്ഷൻ സി രജിസ്ട്രാർ, ഓപ്ഷൻ ഡി സെക്രട്ടറി. ആൻസർ പറയാം. ഓപ്ഷൻ ബി ദി ജനറൽ ബോഡിയാണ്. ദി ജനറൽ ബോഡി ഈസ് ദി സുപ്രീം അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ഇത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് വരാറുള്ളതാണ്. ഇത്തരം ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് അവതരിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ജൂനിയർ ക്ലർക്ക് എക്സാം പോലെയൊക്കെ തന്നെ നമ്മൾ വളരെ സിമ്പിളാണ് എന്ന് കരുതുന്ന ചോദ്യങ്ങൾ പക്ഷെ നമ്മൾ പലപ്പോഴും തെറ്റിക്കാൻ സാധ്യതയുണ്ട്. നമ്മളത് പഠിക്കാതിരിക്കും. കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നമ്മൾ പണ്ടേ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാണ് എന്ന് ചിന്തിച്ചിട്ടാവും നമ്മൾ പലപ്പോഴും അതൊന്നും പിന്നീട് റിവൈസ് ചെയ്യാത്തത്. പക്ഷേ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റാങ്കിലേക്കുള്ള നമ്മുടെ ദൂരം കുറയുകയാണ്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ഒരിക്കലും കളയാതിരിക്കുക. എപ്പോഴും അത്തരം ചോദ്യങ്ങൾക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. എങ്കിൽ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ വാസ് പാസ്ഡ് ഇൻ ദി ഇയർ. ഓപ്ഷൻ എ 1912, ഓപ്ഷൻ ബി 1904, ഓപ്ഷൻ സി 1969, ഓപ്ഷൻ ഡി 1903. ആൻസർ പറയാം. ഓപ്ഷൻ ബി 1904 തന്നെയാണ്. ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ വാസ് പാസ്ഡ് ഇൻ ദി ഇയർ. ഓപ്ഷൻ ബി 1904. അപ്പോൾ ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ചോദ്യം: ദി വേർഡ് കോപ്പറേഷൻ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ്. ഓപ്ഷൻ എ കോ പാർട്ട്ണർഷിപ്പ്, ഓപ്ഷൻ ബി കോപ്പ്, ഓപ്ഷൻ സി കോപ്പരാരി, ഓപ്ഷൻ ഡി നൺ. ദി വേർഡ് കോപ്പറേഷൻ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ്. ആൻസർ ഓപ്ഷൻ സി കോ ഓപ്പരാരി. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം: ദി ഹോം ഫോർ കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെന്റ്. ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി USA, ഓപ്ഷൻ സി ഇംഗ്ലണ്ട്, ഓപ്ഷൻ ഡി ഡെൻമാർക്ക്. ഉത്തരം പറയാം. ഓപ്ഷൻ സി ഇംഗ്ലണ്ട് ആണ്. ദി ഹോം ഫോർ കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെന്റ് ഓപ്ഷൻ സി ഇംഗ്ലണ്ട് ആണ്. ഇനി അടുത്ത ചോദ്യം: ദി റെമ്യൂണറേഷൻ ഗിവൺ ടു ദി പ്രസിഡന്റ് ഓഫ് എ സൊസൈറ്റി ഈസ് കോൾഡ്. ഓപ്ഷൻ എ സാലറി, ഓപ്ഷൻ ബി കമ്മീഷൻ, ഓപ്ഷൻ സി ഹോണറേറിയം, ഓപ്ഷൻ ഡി ബോണസ്. ആൻസർ ഓപ്ഷൻ സി ഹോണറേറിയം ആണ്. ദി റെമ്യൂണറേഷൻ ഗിവൺ ടു ദി പ്രസിഡന്റ് ഓഫ് എ സൊസൈറ്റി ഈസ് കോൾഡ്. ഓപ്ഷൻ സി ഹോണറേറിയം. ഹൗത്രോൺ എക്സ്പെരിമെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻ എ ഹെൻറി ഫയോൾ, ഓപ്ഷൻ ബി FW ടൈലർ, ഓപ്ഷൻ സി തിയഡോർ ലെവിറ്റ്, ഓപ്ഷൻ ഡി ജോർജ് എൽട്ടൺ മായോ. ഹൗത്രോൺ എക്സ്പെരിമെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ജോർജ് എൽട്ടൺ മായോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഹൗത്രോൺ എക്സ്പെരിമെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ജോർജ് എൽട്ടൺ മായോ. അടുത്ത ചോദ്യം: an obligation to remain with an organization for moral or ethical reasons is. ഓപ്ഷൻ എ continuance commitment, option B affective commitment, option C normative commitment, option D organizational commitment. An obligation to remain with an organization for moral or ethical reasons is called. Answer option C normative commitment ആണ്. അപ്പോൾ ഈ കമ്മിറ്റ്മെന്റ് എന്തൊക്കെയാണ് എന്നതും കൂടി നിങ്ങളൊന്ന് വായിച്ച് പഠിച്ചു വയ്ക്കുക.
an obligation to remain with an organization for moral or ethical reasons is normative commitment എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം, the cooperative society having the area of operation to the whole of the state is called option A primary cooperative society, option B apex society, option C central cooperative, option D none of the above. Answer option B apex society. The cooperative society having the area of operation to the whole of the state is called apex society ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഡാഷ് പ്രൊപ്പൗണ്ടഡ് ഡ്യുവൽ ഫാക്ടർ തിയറി ഓഫ് മോട്ടിവേഷൻ. ഓപ്ഷൻ എ എബ്രഹാം മാസ്ലോ, ഓപ്ഷൻ ബി ഡോഗ്ലസ് മാക്ഗ്രിഗർ, ഓപ്ഷൻ സി ഫ്രെഡറിക് ഹെർസ്ബർഗ്, ഓപ്ഷൻ ഡി ഹെൻറി ഫയോൾ. ഡാഷ് പ്രൊപ്പൗണ്ടഡ് ഡ്യുവൽ ഫാക്ടർ തിയറി ഓഫ് മോട്ടിവേഷൻ. ആൻസർ ഓപ്ഷൻ സി ഫ്രെഡറിക് ഹെർസ്ബർഗ് ആണ്. അപ്പോൾ ഫ്രെഡറിക് ഹെർസ്ബർഗ് പ്രൊപ്പൗണ്ടഡ് ഡ്യുവൽ ഫാക്ടർ തിയറി ഓഫ് മോട്ടിവേഷൻ. ഇനി അടുത്ത ചോദ്യം, ദി ടേം നോട്ട് ബൈൻഡിങ് ഇൻ ലോ റിലേറ്റഡ് ടു ഓപ്ഷൻ എ വാലിഡ് കോൺട്രാക്ട്, ഓപ്ഷൻ ബി വോയിഡബിൾ കോൺട്രാക്ട്, ഓപ്ഷൻ സി വോയിഡ് കോൺട്രാക്ട്, ഓപ്ഷൻ ഡി അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. ആൻസർ പറയാം. ആൻസർ ഓപ്ഷൻ സി വോയിഡ് കോൺട്രാക്റ്റ് ആണ്. ദി ടേം നോട്ട് ബൈൻഡിങ് ഇൻ ലോ റിലേറ്റഡ് ടു വോയിഡ് കോൺട്രാക്റ്റ് ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ദി ഒബ്ജക്റ്റീവ് ഓഫ് ക്രിയേറ്റിംഗ് റിസർവ് ഫണ്ട് ബൈ ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓപ്ഷൻ എ ടു മീറ്റ് അൺഫോർസീൻ ലോസസ്, ഓപ്ഷൻ ബി ടു പേ ഓഫ് ദി ഡെപ്റ്റ് ഓഫ് ദി സൊസൈറ്റി, ഓപ്ഷൻ സി ടു പേ ഓഫ് ദി debts due to government, option D to pay dividend. The objective of creating reserve fund by the cooperative society is to meet unforeseen losses, to pay off the debt of the society, to pay off the debts due to government, to pay dividend. Answer, the objective of creating reserve fund by the cooperative society is to meet unforeseen losses. Option A ആണ് ആൻസർ, to meet unforeseen losses. ഇനി അടുത്ത ചോദ്യം, in a contract of guarantee a person who promises to discharge another's liability is known as option A principal debtor, option B creditor, option C surety, option D indemnified. In a contract of guarantee a person who promises to discharge another's liability is known as ഓപ്ഷൻ സി ഷുവർട്ടി ആണ്. ഓപ്ഷൻ സി ഷുവർട്ടി ആണ് ഇവിടെ ആൻസർ ആയി വരുന്നത്. ഇൻ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എ പേഴ്സൺ ഹു പ്രോമിസസ് ടു ഡിസ്ചാർജ് അനദർ ലയബിലിറ്റി ഈസ് നോൺ ആസ് ഷുവർട്ടി. KS കാർഡ് അപ്പെക്സ് സൊസൈറ്റീസ് എന്നീ പരീക്ഷകൾ വരാൻ പോവുകയാണ്. അതിനോടനുബന്ധിച്ച് വരാൻ സാധ്യതയുള്ള PSC മുൻപ് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ജൂനിയർ ക്ലർക്ക് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. എല്ലാവരും അയച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, ഇനി കുറച്ചു പേരൊക്കെ അയക്കാനുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഏറ്റവും പെട്ടെന്ന് തന്നെ വന്ന നോട്ടിഫിക്കേഷന് എല്ലാവരും അപ്ലൈ ചെയ്യുക, നന്നായിരുന്നു പഠിക്കുക. അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും CSEB റാങ്ക് ഹോൾഡറിൽ നിന്ന് തരുന്നതാണ്. ഞങ്ങൾ ക്ലാസ്സുകൾ ഇനി വരും ദിവസങ്ങളിൽ ജൂനിയർ ക്ലർക്ക് എക്സാമിന്റെ കൂടി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എങ്കിൽ എല്ലാവരും കൂടെ നിന്ന് നമുക്ക് ഒരുമിച്ച് നന്നായി പഠിക്കാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു.